ദയവ് ചെയ്ത് നിങ്ങൾ മറ്റൊരാളുടെ ഇമോഷൻസ് വെച്ച് കളിക്കാതിരിക്കുക. ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയും തമ്മിൽ റിലേഷൻഷിപ്പിലാകാൻ ശ്രമിക്കുന്നു, തമ്മിൽ ഇഷ്ടപ്പെടുന്നു, അവർ റിലേഷൻഷിപ്പിലാകുന്നു. അതിനുശേഷം ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് വളർന്നുകൊണ്ടിരിക്കുന്നു. പയ്യെ പയ്യെ ഒരാൾ മറ്റൊരാളിലേക്ക് അഡിക്റ്റ് ആവുന്നു. അതിൽ ആണാകാം പെണ്ണാകാം. ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ എങ്ങനെയായിരിക്കും? സോഷ്യലി എല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്യുകയും അവരവരുടെ ആവശ്യങ്ങളൊക്കെ ചെയ്യുകയും അവർ സന്തോഷം കണ്ടെത്തുന്നത് നമ്മളിൽ മാത്രമായിരിക്കില്ല. അവർക്ക് ചുറ്റുവട്ടമുള്ള അവരെങ്ങനെയാണോ നേരത്തെയും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ആ രീതിയിൽ തന്നെ ആയിരിക്കും മുന്നോട്ട് പോകുന്നത്. എന്നാൽ ചിലപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ എങ്ങനെയായിരിക്കും? അവരുടെ ലൈഫ് ഇയാളാണ് എന്നും ഒരാളിലേക്ക് തന്നെ ചുരുങ്ങി ജീവിക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യും. അതിന് ഫലമായിട്ട് എന്താ സംഭവിക്കുക? നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് നമ്മളോട് ഇറിറ്റേഷൻ ഉണ്ടാകുകയും ആ ഇറിറ്റേഷൻ നമ്മളോട് ദേഷ്യമായിട്ടൊക്കെ പ്രകടിപ്പിക്കാൻ തുടങ്ങും. ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും നിങ്ങൾ ഓപ്പൺ ആയിട്ട് സംസാരിക്കുക. നിങ്ങൾ ഏത് തരം റിലേഷൻഷിപ്പാണ് ആഗ്രഹിക്കുന്നത് എന്ന് ഓപ്പൺ ആയിട്ട് തന്നെ നമ്മൾ ചോദിക്കണം. നിങ്ങൾ സീരിയസ് ആയിട്ടാണോ? ലൈഫ് ഞാനുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനാണോ താല്പര്യം? അതോ നിങ്ങളൊരു ടൈം പാസ് ആണോ? അത് കുറച്ച് നാളുള്ള ഒരു റിലേഷൻഷിപ്പ്, അതിനുശേഷം വേണ്ട എന്നുള്ള രീതിയാണോ? അങ്ങനെ അങ്ങനെ പല കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. രണ്ടുപേരെ എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരാൾ എന്തായിരിക്കും? നല്ല സീരിയസ് ആയിരിക്കും. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ എന്തായിരിക്കും? ടൈം പാസ് ആയിരിക്കും. അതായത് അവർക്ക് ആ ഒരു സമയത്ത് ഒരു റിലേഷൻഷിപ്പിന്റെ ആവശ്യമുണ്ട്, അതുകൊണ്ട് അവർ നമ്മളെ കൊണ്ടു നടക്കുന്നു എന്ന് മാത്രം. നമ്മൾ മറ്റൊരാൾക്ക് എന്താണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് ഓപ്പൺ ആയിട്ട് പറയുക. അതിനുശേഷം മാത്രം റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുക. ഇപ്പൊ ഞാൻ തമാശയ്ക്കാണ് ഒരാളുമായിട്ട്, അതായത് ചുമ്മാ ഫണ്ണായിട്ടാണ് ഒരാളോട് റിലേഷൻഷിപ്പ് കൊണ്ടുപോകാനായിട്ട് താല്പര്യപ്പെടുന്നത്. അതായത് എനിക്ക് ചിലപ്പോൾ ഒരു വർഷം കഴിഞ്ഞ് ചിലപ്പോൾ ബ്രേക്കപ്പ് ആകണം, അപ്പം ഞാൻ ചിലപ്പോൾ ബ്രേക്കപ്പ് ആയിരിക്കും കേട്ടോ എന്ന് ഓപ്പൺ ആയിട്ട് നമ്മളിപ്പോൾ സംസാരിക്കുകയാണെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളും അതേ സെൻസിൽ അതേ രീതിയിൽ തന്നെയാണ് എടുക്കുന്നത്, എനിക്ക് പ്രശ്നമില്ല. അതിന് പകരം മറ്റൊരാളുടെ വൈകാരികമായ ചിന്തകളെ വെച്ച് നമ്മൾ കളിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അയാൾ ചിലപ്പോൾ സൂയിസൈഡൽ ആ ഒരു ടെൻഡൻസിയും അല്ലെങ്കിൽ സൂയിസൈഡൽ അറ്റംപ്റ്റും അല്ലെങ്കിൽ സൈക്കോളജിക്കലായിട്ടുള്ള പ്രശ്നങ്ങളും ഡിപ്രഷനും അങ്ങനെ അവരുടെ ലൈഫും അവരുടെ കരിയറും എല്ലാം നമ്മൾ ഒറ്റ ഒരാൾ കാരണം നശിക്കും. അങ്ങനെ ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല. റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓപ്പൺ ആയിട്ട് സംസാരിക്കുക. എൻ്റെ ലൈഫിലെ ഒരു പാർട്ടാണ് നീ എപ്പോഴും, അതായത് എൻ്റെ ജീവിതാവസാനം വരെയും നീ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അത് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ മാത്രം അങ്ങനെ പറയുക. ഇനി അതല്ല, എനിക്കൊരു ടൈം പാസ് റിലേഷൻഷിപ്പിനോടാണ് താല്പര്യം, നിനക്ക് അതിന് താല്പര്യമുണ്ടോ എന്നുള്ളത് ഓപ്പൺ ആയിട്ട് പറയുക. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ രണ്ടുപേരും ഒരേ സെൻസോട് കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പ്രശ്നമില്ല. പക്ഷേ ഒരാൾ വളരെ സീരിയസ് ആയിട്ടും ഒരാൾ തമാശയ്ക്കും അല്ലെങ്കിൽ അയാൾക്ക് വേറെ എക്സ്ട്രാ അഫയേഴ്സും അങ്ങനെ വേറെ റിലേഷൻഷിപ്പ് ഒക്കെ ഉള്ള ഒരാളാണെങ്കിൽ എന്താ സംഭവിക്കുക വെച്ചാൽ ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളിലെ ഇമോഷണലിയും ഫിസിക്കലിയും മെന്റലി അങ്ങനെ ഫുള്ളി ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കാനായിട്ട് നമ്മൾ ആ സ്നേഹിക്കുന്ന ആൾക്ക് പറ്റും. ദയവ് ചെയ്ത് നിങ്ങൾ മറ്റൊരാളുടെ ഇമോഷൻസ് വെച്ച് കളിക്കാതിരിക്കുക.